Hi learners, welcome to I+ Training Solutions. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ 8th മൊഡ്യൂളാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം, നമുക്കറിയാം ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സോ ഈ ഒരു 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ പറ്റിയിട്ടും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചു പോകണം. അതിനോടൊപ്പം തന്നെ ഇൻകം ടാക്സിന്റെ കുറച്ച് ബേസിക്സ് ഉണ്ടല്ലേ, അതായത് എന്താണ് പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ, ദെൻ ഹൂ ഇസ് ആൻ അസസി, ദെൻ പേഴ്സൺ, ഇങ്ങനെ കുറച്ച് ഡെഫിനീഷൻസ് നമ്മുടെ ഇൻകം ടാക്സിൽ വരുന്നുണ്ട്. സോ ഈ ഒരു ഡെഫിനേഷൻസ് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇൻകം എന്താണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകം, അതേപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സിൽ നിന്ന് വരുന്ന ഡിഡക്ഷൻസ് ഉണ്ടല്ലേ, നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നൊക്കെയുള്ള ഡിഡക്ഷനുകളുണ്ട്. സോ ഈ ഒരു ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നും നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. സോ ഈ ഒരു ഇൻകം ടാക്സിനകത്ത് നമുക്കറിയാം കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റീസെന്റ് ആയിട്ട് കുറച്ച് അമെൻമെന്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ, ഓരോ വർഷവും നമ്മുടെ ഫിനാൻസ് ബില്ല് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് ഇൻകം ടാക്സിൽ പല മാറ്റങ്ങളും വരുത്താറുണ്ട്. സോ ആ ഒരു മാറ്റങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കി പോകാം. റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. എക്സാമിന് അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരുപാട് അങ്ങ് ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പോയി ചോദിക്കാനുള്ള സാധ്യതകളില്ല. എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് പഠിച്ചു വെക്കണം, ദെൻ കുറച്ച് എക്സംഷൻ ലിമിറ്റുകളും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻകം ടാക്സിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ഒന്ന് തുടങ്ങാം. നമുക്ക് ബേസിക്സ് ഒന്ന് നോക്കാം. ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു സോഴ്സ് ഓഫ് റവന്യൂ എന്താണ്? ടാക്സ് ആണ്. ടാക്സ് റവന്യൂ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ ഗവൺമെന്റിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ആ ഒരു നികുതി. സോ ഈ ഒരു ടാക്സ് 2 തരത്തിലുണ്ടെന്ന് നമുക്കറിയാം, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകത പേഴ്സൺ പേ ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്. അതായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആരുടെ മുകളിലാണോ ടാക്സ് ലയബിലിറ്റി വരുന്നത് ആ വ്യക്തി തന്നെ നേരിട്ടാണ് ടാക്സ് അടയ്ക്കുന്നത് അല്ലേ, നേരിട്ട് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ടാക്സ് അടയ്ക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് വരുമ്പോൾ പേഴ്സൺ കളക്ട് ടാക്സ് ഫ്രം കസ്റ്റമർ ആൻഡ് പേസ് ടു ഗവൺമെന്റ്. അതായത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിന് അടയ്ക്കുന്നു, അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി വരുന്ന ആ ഒരു അൾട്ടിമേറ്റ് കസ്റ്റമർ അല്ല നേരിട്ട് ചെന്ന് ടാക്സ് അടയ്ക്കുന്നത്. നമ്മളെല്ലാവരും ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലേ, GST. നമ്മൾ പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ, അതിന്റെ വിലയുടെ കൂടെ GST കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും പ്രൈസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു GST നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുകയാണ് അല്ലേ, ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൊടുക്കുന്നതിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് കൊണ്ടുപോയാണോ ടാക്സ് അടയ്ക്കുന്നത്? അല്ല, നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്നു, സപ്ലയർ നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെന്റിന് അടയ്ക്കുന്നുണ്ട് അല്ലേ, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ ആരുടെ മുകളിലാണോ ടാക്സ് ലയബിലിറ്റി വരുന്നത് ആ വ്യക്തി നേരിട്ട് ഗവൺമെന്റിന് അടയ്ക്കുന്നില്ല, ഒരു ഇന്റർമീഡിയറി വഴിയായിരിക്കും ഈ ടാക്സ് പോകുന്നത്. അപ്പോൾ ടാക്സ് നമ്മൾ അടയ്ക്കുന്ന ആൾ അറിയുന്നില്ല ടാക്സ് അടയ്ക്കുകയാണെന്ന്. നമ്മളൊരു പ്രൊഡക്റ്റുകൾ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ ടാക്സ് അടയ്ക്കുന്നു എന്ന്, അല്ലെങ്കിൽ നമ്മൾ ടാക്സ് ആണ് ഈ അടയ്ക്കുന്നത്, നമ്മൾ ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നു എന്ന് നമ്മൾ പോലും അറിയാതെയാണ് അവിടെ ടാക്സ് അടയ്ക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സും വെൽത്ത് ടാക്സും ഒക്കെ അല്ലേ. അതൊക്കെ സ്വന്തമായിട്ട് ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് പറയുന്ന ആ ഒരു ലിമിറ്റിൽ കൂടുതൽ ഇൻകം നമുക്ക് ആനുവലി ഉണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടച്ചിരിക്കണം. സോ അത് നമ്മൾ നേരിട്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു അസസി നേരിട്ടായിരിക്കും ഗവൺമെന്റിന് അടയ്ക്കുന്നത്. സോ ഇൻകം ടാക്സും വെൽത്ത് ടാക്സും ഒക്കെ നമുക്ക് ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആണ് വാറ്റ്. വാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാല്യൂ ആഡഡ് ടാക്സുകളാണ് അല്ലേ. ദെൻ സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി. പക്ഷേ ഈ പറയുന്ന എല്ലാ ടാക്സുകളും ഇപ്പോൾ ഉണ്ടോ? ഇല്ല. നമുക്കറിയാം GST വന്നപ്പോഴേക്കും GST എന്ന് പറയുന്ന ഒരു ടാക്സ് പല ഇൻഡയറക്റ്റ് ടാക്സുകളെയും സബ്സ്യൂം ചെയ്ത് ഒറ്റ ടാക്സ് ആയിട്ടാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് വന്നത് അല്ലേ. അതിനെ പറ്റിയിട്ട് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റ് ടാക്സ് ആണ്. സോ ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയല്ലോ. ഇൻകം ടാക്സ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. ഇറ്റ് മീൻസ് സച്ച് ടാക്സ് ഈസ് പെയ്ഡ് ബൈ എ പേഴ്സൺ ഹു ബെയർസ് ദി ടാക്സ് ബർഡൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ദെൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹെഡഡ് ബൈ ദി
സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, CBDT. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, അതായത് CBDT ആണ് നമ്മളുടെ ഇൻകം ടാക്സിന്റെ അൾട്ടിമേറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, CBDT ഓർത്ത് വെച്ചോണം, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. Then the levy of income tax in India is governed by the Income Tax Act 1961. നമ്മളുടെ ഇൻകം ടാക്സിനെ ഗവേൺ ചെയ്യുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്, മറന്നു പോകരുത്. ഇൻകം ടാക്സ് ആക്ട് 1961. വേണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മാച്ച് ദി ഫോളോയിങ് ആയിട്ടൊക്കെ എക്സാമിന് ചോദിക്കാം. ഓരോ ആക്ടുകളും അത് വന്നിട്ടുള്ള ഇയറുകളും അത് കൃത്യമായിട്ട് മാച്ച് ചെയ്യാനൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഓരോ ഇതുപോലെ നമ്മൾ പഠിക്കുന്ന പല ആക്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഇയറുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇൻകം ടാക്സ് ആക്ട് 1961. ഇനി നമുക്ക് ഇൻകം ടാക്സിനകത്തെ ഓരോ കാര്യങ്ങളിലേക്കും പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. സോ ഇവിടെയൊക്കെ നിങ്ങൾ ഈ സെക്ഷനുകളൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, ഇപ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് PSC എക്സാമുകൾക്ക് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്ന് ചോദിക്കും. അല്ലെ 1, 2, 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് ശരിയാണെന്നല്ലേ. ഇപ്പോൾ ബേസിസ് ഓഫ് ചാർജ് സെക്ഷൻ 4 ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 4ലാണ് ബേസിസ് ഓഫ് ചാർജിനെ പറ്റി പറയുന്നത്. വേണമെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, സെക്ഷൻ 5 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 5ലാണ് ബേസിസ് ഓഫ് ചാർജിനെ പറ്റി പറയുന്നതെന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരുവാണ്. ഇങ്ങനെ 4-5 സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ സെക്ഷൻ 5ല് ചാർജബിലിറ്റിയെ പറ്റി പറയുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അതും ശരിയാണെന്ന്. പക്ഷേ ഇങ്ങനെയുള്ള സെക്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് സെക്ഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഓർത്ത് നോക്കുക, ഇതിന്റെ തന്നെ സെക്ഷൻ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ അത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാം. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം എക്സാമിന്, സെക്ഷൻ 5 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, ഈ ഒരു സെക്ഷൻ 5ലാണ് ചാർജബിലിറ്റിയെ പറ്റി പറയുന്നത്. ചാർജബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇൻകംസ് ആണ് നമ്മൾ ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യുന്നത്, ഏതൊക്കെ ഇൻകംസിനാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ചാർജബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇൻകംസ് ആണ്, അല്ലെങ്കിൽ എങ്ങനത്തെയൊക്കെയുള്ള ഇൻകംസ് ആണ്, ഇപ്പൊ എങ്ങനെയാണ് ഇൻകം ടാക്സിൽ ടാക്സ് ചുമത്തപ്പെടുന്നത് എന്നുള്ളതാണ് ചാർജബിലിറ്റിയിൽ പറയുന്നത്. പക്ഷേ അത് സെക്ഷൻ 5ലാണോ? അല്ല, സെക്ഷൻ 4ലാണ്. വേണമെങ്കിൽ എക്സാമിന് ഇതിങ്ങനെയൊക്കെ ചോദിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പറഞ്ഞു തന്നത്. സെക്ഷൻ എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക, ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ മനസ്സിലേക്ക്, ഈ സെക്ഷൻ ഇതിന്റെ തന്നെ ആണോ എന്നുള്ള കാര്യം. എന്നിട്ടേ അതിന്റെ ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് പോകാവുള്ളൂ. നമ്മൾ വിചാരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചാർജബിലിറ്റി എന്നും തന്നിട്ടുണ്ട്, ചാർജബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന്. പക്ഷെ അതിന് തൊട്ട് മുന്നേ സെക്ഷൻ 3 അല്ലെങ്കിൽ സെക്ഷൻ 2 എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നെയെങ്കിലോ അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ, സോ നമുക്കിനിയും ഓരോ കാര്യങ്ങളിലേക്ക് പോകാം. ബേസിസ് ഓഫ് ചാർജ്. Section 4 of the Income Tax Act 1961 gives authority to the central government for charging income tax. സെക്ഷൻ 4 അതായത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 4 പറയുന്നത് ചാർജബിലിറ്റിയെ പറ്റിയിട്ടാണ്. സോ ഇവിടെ സെൻട്രൽ ഗവൺമെന്റിനാണ് ഇൻകം ടാക്സ് ചുമത്താനുള്ള അധികാരം. സെക്ഷൻ 4 എടുത്ത് പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിനാണ് ഇൻകം ടാക്സ് ചുമത്താനുള്ള അധികാരം. അതൊക്കെ ഓർത്ത് വെച്ചോണം. ഇങ്ങനെയൊക്കെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സോ സെക്ഷൻ 4 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ഗീവ്സ് അതോറിറ്റി ടു ദി സെൻട്രൽ ഗവൺമെന്റ് ഫോർ ചാർജിങ് ഇൻകം ടാക്സ്. അപ്പോൾ ആരാണ് ചാർജ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെക്കാം. സോ this is the charging section in the Income Tax Act, which provides that tax shall be charged at the rate prescribed for the year by the Annual Finance Act. ഇപ്പോൾ ചാർജബിലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനാണ് ടാക്സ് ചാർജ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതോറിറ്റി ഉള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ടാക്സ് ചുമത്തപ്പെടുന്നതിനുള്ള കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലേ? അത് നമ്മുടെ ചാർജബിലിറ്റി സെക്ഷൻ 4 പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്.
ടാക്സ് ഷാൾ ബി ചാർജ്ഡ് അറ്റ് എ റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ഇയർ ബൈ ദി ആനുവൽ ഫിനാൻസ് ആക്ട്. നമ്മളുടെ ആനുവൽ ഫിനാൻസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ മാത്രമേ ടാക്സ് ചുമത്താനായിട്ട് പാടുള്ളൂ. ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിനെയാണ്. നമ്മളുടെ ഓരോ വർഷവും നമ്മളുടെ ബജറ്റ് ഇറങ്ങും അല്ലെ, ബജറ്റ് പ്രഖ്യാപിക്കും. യൂണിയൻ ബജറ്റ് ഉണ്ട്. സോ ഈ ഒരു യൂണിയൻ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റിൽ മാത്രമേ ടാക്സ് ചുമത്താനായിട്ട് പാടുള്ളൂ. ഇപ്പൊ ചാർജബിലിറ്റിയിൽ ഫസ്റ്റ് പറയുന്നത് ടാക്സ് ഷാൾ ബി ചാർജ്ഡ് അറ്റ് ദ റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ഇയർ ബൈ ദി ആനുവൽ ഫിനാൻസ് ആക്ട് ഓർ ബജറ്റ്. അപ്പോൾ ടാക്സ് റേറ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എവിടെയാണ്? ബജറ്റിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആനുവൽ ഫിനാൻസ് ആക്ട്. ഇത് രണ്ടും ഒന്നാ കേട്ടോ. ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റിനെയാണ്. സോ നമ്മളുടെ ഇൻകം ടാക്സിലെ റേറ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മളുടെ ആനുവൽ ഫിനാൻസ് ആക്ടിലായിരിക്കും. അത് മറന്നു പോകരുത്, ഓർത്ത് വെച്ചേക്കുക. ദെൻ the charge is on every person specified under section 2 subsection 31. ആരുടെ മുകളിലാണ് ടാക്സ് ചുമത്തേണ്ടത്? എവറി പേഴ്സൺ. ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. നമ്മുടെ ഇൻകം ടാക്സിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 31ലാണ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണിന് മുകളിൽ മാത്രമേ ടാക്സ് ചുമത്താൻ പാടുള്ളൂ. പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ പെടാത്ത ഒരു ആൾക്ക് മുകളിൽ, അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ വരാത്ത ഒരു കാര്യത്തിന് മുകളിൽ നമുക്ക് ടാക്സ് ചുമത്താനായിട്ട് പറ്റില്ല. സോ ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മളുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പറയുന്നുണ്ട്. ആരൊക്കെയാണ്? 7 കാറ്റഗറിയെ പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഇനി പഠിക്കും. അപ്പോൾ ഈ പറയുന്ന 7 കാറ്റഗറിയിൽ വരുന്നവരെയാണ് പേഴ്സൺ. അതായത് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഫേം ഉണ്ട്, HUF ഉണ്ട്, കമ്പനീസ് ഉണ്ട്, AOP ഉണ്ട്, BOI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ഉണ്ട്. ഇത്രയും പേര് ചേരുന്നതാണ് പേഴ്സൺ. അപ്പൊ ഈ പറയുന്ന 7 കാറ്റഗറിയിലും വരുന്നവർക്ക് മുകളിൽ, ഈ 7 കാറ്റഗറിയുടെ മുകളിൽ മാത്രമേ നമുക്ക് ടാക്സ് ചുമത്താൻ പാടുള്ളൂ. അതിന് പുറമെ ഒരു കാറ്റഗറിക്ക് മുകളിൽ നമുക്ക് ടാക്സ് ചുമത്താനായിട്ട് പറ്റില്ല. സോ ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രമല്ല. പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാകാം, ഫേം ആകാം, കമ്പനി ആകാം, AOP ആകാം, BOI ആകാം, HUF ആകാം. ഇവരൊക്കെ പേഴ്സൺ ആണ്. സോ പേഴ്സണിനെ പറ്റി നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. ദെൻ ടാക്സ് ഈസ് ചാർജബിൾ ഓൺ ദി ടോട്ടൽ ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ആൻഡ് നോട്ട് ദി അസസ്മെന്റ് ഇയർ. അടുത്ത ഇമ്പോർട്ടന്റ് കാര്യമാണ് ഈ പറയുന്ന ബേസിക്സ്. നമ്മൾ വിചാരിക്കും ബേസിക്സിൽ നിന്നൊന്നും ചോദ്യം ചോദിക്കില്ലെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ബേസിക്സ് നോക്കത്തില്ല. പക്ഷേ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാകും, വളരെ ബേസിക്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ്, അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ബേസിക്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരും. പക്ഷെ നമുക്കത് അറിയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ബേസിക്സ് നോക്കാറില്ലല്ലോ. സോ ഈ പറയുന്ന ബേസിക്സ് നന്നായിട്ട് പഠിച്ച് ഉറപ്പിച്ച് പോകണം. കാരണം ഈ ബേസിക്സിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് കൺഫ്യൂഷൻ വരികയും ചെയ്യും. സോ ടാക്സ് ഈസ് ചാർജബിൾ ഓൺ ദി ടോട്ടൽ ഇൻകം. ഓരോ കാര്യങ്ങളും അടിവരയിട്ട് ശ്രദ്ധിക്കുക. ടാക്സ് ഈസ് ചാർജബിൾ എന്തിന്റെ മുകളിലാണ്? നമ്മൾ പറഞ്ഞു പേഴ്സണിന്റെ മുകളിൽ, ഒരു പേഴ്സണിനാണ് നമ്മൾ ടാക്സ് ചുമത്തുന്നത്. ഇനി ഈ പേഴ്സണിനാണ് നമ്മൾ ടാക്സ് ചുമത്തുന്നതെന്ന് പറഞ്ഞു. ആ ഒരു പേഴ്സണിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലായിരിക്കും ടാക്സ് വരുന്നത് അല്ലേ? ടോട്ടൽ ഇൻകം. ടാക്സ് ഈസ് ചാർജബിൾ ഓൺ ദി ടോട്ടൽ ഇൻകം. ഇനി എപ്പോൾ കിട്ടിയ ടോട്ടൽ ഇൻകമാ അത് നമുക്ക് നോക്കണ്ടേ? ഏൺഡ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന് മുകളിലാണ് ടാക്സ് ചുമത്തുന്നത്. പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്കിത് പഠിച്ചു വെച്ചാൽ ഇതിനകത്തുനിന്ന് മാത്രമേ ചോദ്യം ചോദിക്കുകയുള്ളൂ. നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? സോ ടാക്സ് ഈസ് ചാർജബിൾ ഓൺ ടോട്ടൽ ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന് മുകളിലാണ് ടാക്സ് ചുമത്തുന്നത്. പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന് മുകളിലാണ്, അല്ലാതെ അസസ്മെന്റ് ഇയറിലെ ഇൻകത്തിലല്ല. തെറ്റിപ്പോകരുത്. പ്രീവിയസ് ഇയറിന്റെ ഇൻകത്തിനാണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത്. അങ്ങനെയല്ലേ? കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ഇൻകത്തിനല്ലേ നമ്മൾ ഈ വർഷം ടാക്സ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ഇൻകം ഈ വർഷം നമ്മൾ അസസ് ചെയ്ത് നോക്കും അല്ലേ? കഴിഞ്ഞ വർഷം മൊത്തം എത്ര ഇൻകം കിട്ടി, എന്നിട്ട് നമ്മൾ അതിന്റെ ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കും. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിനാണ്, പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ ഈ ഒരു അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടയ്ക്കുന്നത്. ടാക്സ് ഈസ് ചാർജബിൾ ഓൺ ദി ടോട്ടൽ ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. ദെൻ
Tax shall be levied in accordance with and subject to the various provisions contained in the Act. ഇതും നമ്മളുടെ ചാർജബിലിറ്റിയിൽ ലാസ്റ്റ് പറയുന്നതാണ്. ടാക്സ് ഷോൾ ബി ലെവീഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആൻഡ് സബ്ജക്ട് ടു വേരിയസ് പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി ആക്ട്. ഇനി നമ്മൾ ഈ ടാക്സ് ചുമത്തുന്നത് നമ്മളുടെ ഈ ഒരു ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന പല പ്രൊവിഷൻസും ഒക്കെ നോക്കി അതിനൊക്കെ അനുപാതികമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ചുമത്തുന്നത്. പ്രൊവിഷൻസ് ഒക്കെ ഇനി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓരോന്നിലും പഠിക്കുന്നുണ്ട് അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചാർജബിലിറ്റിയിൽ ബേസിക്സ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ചാർജബിലിറ്റിയിൽ എന്തൊക്കെ പഠിച്ചു? ഇൻകം ടാക്സ് സെക്ഷൻ 4 നമ്മുടെ ചാർജബിലിറ്റി പറയുന്നത്. സോ ഇവിടെ സെൻട്രൽ ഗവൺമെന്റിനാണ് ടാക്സ് ചുമത്താനുള്ള അധികാരമുള്ളത്. ദെൻ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സ് ചുമത്തുന്നത് യൂണിയൻ ബജറ്റിൽ അല്ലെങ്കിൽ ഫിനാൻസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള റേറ്റിൽ, ആ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റേറ്റിലായിരിക്കും ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ദെൻ ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ, ഒരു പേഴ്സണിന് മുകളിലാണ് ടാക്സ് ചുമത്തുന്നത്. ദെൻ ആ ഒരു പേഴ്സന്റെ ടോട്ടൽ ഇൻകത്തിന് മുകളിലായിരിക്കും, പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന് മുകളിലായിരിക്കും ടാക്സ് ചുമത്തുന്നത്. ദെൻ ടാക്സ് ഷോൾ ബി ലെവീഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ആക്ട്. ആക്ടിലുള്ള പല പ്രൊവിഷൻസും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ചുമത്തുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ബേസിക് ആയിട്ടൊന്ന് നോക്കി വെക്കുക. ഇനി നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ കാണാം. അതായത് ഏറ്റവും ടോപ്പിൽ ആരാണ്, ആ ഒരു ഹയറാർക്കി നിങ്ങൾ അതൊന്ന് നോക്കി പോയിരുന്നാൽ മതി, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഏറ്റവും ടോപ്പിൽ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആണ്. ദെൻ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, അതിൻ്റെ താഴെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ദെൻ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ജോയിന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ ആൻഡ് അസിസ്റ്റന്റ് കമ്മീഷണർ. ഈ ഒരു രീതിയിലാണ് ഒരു ഹയറാർക്കി പോകുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ് അസസ്മെന്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ, ആരാണ് അസസി, ആരാണ് പേഴ്സൺ, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. സോ നമുക്ക് നോക്കാം. അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ഇൻകം ടാക്സിൽ അസസ്മെന്റ് ഇയറിനെ പറ്റിയിട്ട് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 9 അല്ലേ, സെക്ഷൻ 2 സബ്സെക്ഷൻ 9 അസസ്മെന്റ് ഇയർ. ഇതിന്റെയൊക്കെ സെക്ഷനുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. സെക്ഷൻസ് ഏതിന്റെയൊക്കെ പഠിച്ചു വെക്കണം, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാനൊന്ന് പറയാം. അതൊക്കെ നിങ്ങളൊന്ന് കാണാപ്പാടം ഒന്ന് പഠിച്ചു വെച്ചേക്കണം സെക്ഷനുകൾ. ഇപ്പൊ അസസ്മെന്റ് ഇയർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9. സോ അസസ്മെന്റ് ഇയർ മീൻസ് a period of 12 months commencing on 1st April every year. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 1st ഏപ്രിലിൽ കമൻസ് ചെയ്യുന്ന, 1st ഏപ്രിൽ തുടങ്ങി 31st മാർച്ചിൽ അവസാനിക്കുന്ന ഇയറിനെ നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയും. ഇപ്പൊ ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ 1st ഏപ്രിൽ, നമ്മളുടെ ഇപ്പോഴത്തെ 1st ഏപ്രിൽ ഏതാ, 1st ഏപ്രിൽ 2025 തൊട്ട് 31st മാർച്ച് 2026 വരെയാണ് നമ്മളുടെ ഇപ്പോൾ ഈ ഒരു അസസ്മെന്റ് ഇയർ. ഓക്കെ, അപ്പോൾ അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 1st ഏപ്രിൽ തുടങ്ങി 12 മന്തിൽ, അതായത് 1st ഏപ്രിൽ തുടങ്ങി 31st മാർച്ചിൽ അവസാനിക്കുന്ന ആ ഒരു ഇയറിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകം earned by the assessee during the previous year shall be chargeable to tax in the next year, which is termed as assessment year. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ടോട്ടൽ ഇൻകത്തിനാണ് ഈ വർഷം ടാക്സ് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ ഏത് ടോട്ടൽ ഇൻകത്തിനാണ്, പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിനാണ് നെക്സ്റ്റ് ഇയറിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന് ഈ ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇയറിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിലായിരിക്കും. അപ്പോൾ അസസ്മെന്റ് ഇയറിലാണ് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്. തിരിഞ്ഞു പോകരുത്, അസസ്മെന്റ് ഇയറിലാണ് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വർഷം നമുക്ക് ഇൻകം ഉണ്ടാകുന്നതിന് ഈ വർഷം തന്നെയല്ലല്ലോ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ഈ വർഷം നമുക്ക് മൊത്തം കിട്ടിയ ഇൻകം അടുത്ത വർഷമാണ് നമ്മളത് അസസ് ചെയ്യുന്നത് അല്ലേ. കാരണം അടുത്ത വർഷമായാലല്ലേ തൊട്ട് മുന്നത്തെ വർഷം 1st ഏപ്രിൽ ടു 31st മാർച്ച് വരെ ആ ഒരു മൊത്തം വർഷവും നമുക്ക് എത്ര ഇൻകം കിട്ടിയെന്ന് അറിയണമെങ്കിൽ കറക്റ്റ് ആ ഒരു വർഷം കഴിയണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ് അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത്. അത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, for the previous year 2024-25 relevant assessment year shall be 25-26. ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോൾ പോകുന്ന ഇത് അസസ്മെന്റ് ഇയർ ആണ് അല്ലേ, 2025
26 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയർ ആണ്. ഇപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ഏത് വർഷത്തെ ഇൻകത്തിനായിരിക്കും? തൊട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയർ അല്ലേ, 2024-25 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ് ഇപ്പോൾ നമ്മൾ അസസ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ 2025-26 ആണ്. ഈ 25-26 നമ്മൾ 24-25 ഇൻകത്തിന്റെ ടാക്സ് കൊടുക്കുന്നത്. പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നു. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ the year in which income is earned. നമ്മൾ ഇപ്പോൾ ടാക്സ് കൊടുക്കുന്ന ഇൻകം ഏൺ ചെയ്ത വർഷം, അതാണ് പ്രീവിയസ് ഇയർ. സോ the year in which income is earned, that is the financial year immediately preceding the assessment year. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അല്ലേ. അസസ്മെന്റ് ഇയറിന്റെ തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയർ ആണ് പ്രീവിയസ് ഇയർ. ഈസ് കോൾഡ് പ്രീവിയസ് ഇയർ. Tax is levied on the income in the year in which it is earned, referred to as previous year, and the tax on such income will be paid in the assessment year. വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്, പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടിയ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷേ പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ഏത് വർഷമാണ്? അസസ്മെന്റ് ഇയറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് തിരിഞ്ഞു പോകത്തില്ല. പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും തിരിഞ്ഞു പോകരുത്. പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിന് അസസ്മെന്റ് ഇയറിൽ എന്ത് കൊടുക്കുന്നു? ടാക്സ് കൊടുക്കുന്നു. കഴിഞ്ഞ വർഷം കിട്ടിയ ഇൻകത്തിന് ഈ വർഷം ടാക്സ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയറും ഈ വർഷം എന്താകും? അസസ്മെന്റ് ഇയർ എന്നും പറയാം. ഓക്കെ, ഇനി ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. സാധാരണ നമ്മൾ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകം അസസ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിലാണെന്ന്. പ്രീവിയസ് ഇയറിൽ മൊത്തം എത്ര ഇൻകം കിട്ടി എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ടാക്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. അതൊക്കെ നടക്കുന്നത് അസസ്മെന്റ് ഇയറിലാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ മൊത്തം ഇൻകം ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ ആ വർഷം കഴിയണ്ടേ. അപ്പൊ നമ്മൾ ഈ ഒരു അസസ്മെന്റ് ഇയറിൽ എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷം കിട്ടിയ ടോട്ടൽ ഇൻകത്തിന്റെ ഒക്കെ കണക്കുകൾ നോക്കി എത്ര ഇൻകം ഉണ്ടായി, എത്ര ടാക്സ് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ എപ്പോഴും സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഇൻകം ഈ ഒരു അസസ്മെന്റ് ഇയറിൽ അസസ് ചെയ്ത് ടാക്സ് കൊടുക്കും. പക്ഷേ ചില സിറ്റുവേഷൻസിൽ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കും. അതായത് നമുക്ക് ഈ വർഷം കിട്ടിയ ഇൻകത്തിന് ഈ വർഷം തന്നെ നമ്മൾ അസസ്മെന്റ് നടത്തി ഈ വർഷം തന്നെ ടാക്സും കൊടുക്കും. അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ആക്സിലറേറ്റഡ് അസസ്മെന്റ്, അതായത് ഇൻകം ഏൺ ചെയ്ത വർഷം തന്നെ ടാക്സ് കൊടുക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെയല്ലല്ലോ. ഇൻകം ഏൺ ചെയ്ത വർഷമല്ലല്ലോ സാധാരണ ടാക്സ് കൊടുക്കുന്നത്. സാധാരണ ഇൻകം ഏൺ ചെയ്ത വർഷമല്ല, അതിന്റെ തൊട്ടപ്പുറത്തെ തൊട്ട് കഴിഞ്ഞ പിറ്റേ വർഷമാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ഈ വർഷം എനിക്ക് കിട്ടിയ ഇൻകത്തിന് അടുത്ത വർഷമാണ് ഞാൻ ടാക്സ് കൊടുക്കുന്നത് അല്ലേ. പക്ഷേ ആക്സിലറേറ്റഡ് അസസ്മെന്റിൽ അങ്ങനെയല്ല. ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം കിട്ടിയ വർഷം തന്നെ ടാക്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇൻകം ഏൺ ചെയ്ത ഇയറിൽ തന്നെ അസസ്മെന്റ് നടത്തി ടാക്സ് കൊടുക്കുന്നതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ആക്സിലറേറ്റഡ് അസസ്മെന്റ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻകം അസസ്ഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്. നമുക്ക് ഇൻകം കിട്ടിയ വർഷം തന്നെ അതിനെ അസസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയറിലാണ് ഇൻകം ഉണ്ടായതെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ തന്നെ അത് അസസ് ചെയ്ത് ടാക്സ് അടയ്ക്കുന്നു. അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എപ്പോഴും നടത്താറില്ല. ചില പ്രത്യേക കേസുകളിൽ മാത്രമാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് നടത്തുന്നത്. അതായത് ഇൻകം കിട്ടിയ വർഷം തന്നെ ടാക്സ് അടയ്ക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. എപ്പോഴൊക്കെയാണ്? ഒന്ന്, ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. Income of a non-resident from shipping business, income of person leaving India, income of AOP, BOI, artificial juridical person. AOP എന്താ? Association of person. BOI എന്താ? Body of individuals. അപ്പോൾ income of AOP, BOI, artificial juridical person, transfer of property to avoid tax, then ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ 5 കേസുകളിൽ മാത്രം, ഇത്രയും കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആക്സിലറേറ്റഡ് അസസ്മെന്റ് നടത്തും. അതായത് ഇൻകം കിട്ടിയ വർഷം തന്നെ അസസ് ചെയ്യും, ടാക്സും അടയ്ക്കും. ഏതൊക്കെയാ കേസുകൾ? ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഒരു നോൺ റെസിഡന്റിന് ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം കിട്ടിയ വർഷം തന്നെ അസസ്മെന്റ് നടത്താറുണ്ട്, ടാക്സ് അടയ്ക്കാറുണ്ട്. ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിംഗ് ഇന്ത്യ, then income of AOP, BOI, artificial juridical person, association of
പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ഇവരുടെയൊക്കെ ഇൻകം നമ്മൾ ഇൻകം കിട്ടുന്ന വർഷം തന്നെയാണ് അസസ് ചെയ്യുന്നത്. ആക്സിലറേറ്റഡ് അസസ്മെന്റ് ആണ് നടത്താറുള്ളത്, മറന്നു പോകരുത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്രയും ഒന്നും നിങ്ങൾ നോക്കി വെക്കേണ്ട, ജസ്റ്റ് സിറ്റുവേഷൻസ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഏതെങ്കിലും ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണെന്ന് കോർട്ടിന് തോന്നിയാൽ അല്ലെങ്കിൽ അതോറിറ്റീസിന് തോന്നിയാൽ അവർക്ക് എന്ത് പറയാം? ആക്സിലറേറ്റഡ് അസസ്മെന്റ് നടത്താനായിട്ട് ഓർഡർ കൊടുക്കാം. അപ്പൊ ഈ പറയുന്ന കേസുകളിലെല്ലാം നമ്മൾ ആക്സിലറേറ്റഡ് അസസ്മെന്റ് ആണ് നടത്തുന്നത്. അതായത് ഇൻകം കിട്ടിയ വർഷം തന്നെ എന്ത് ചെയ്യും? അസസ് ചെയ്യുകയും ടാക്സ് ചുമത്തുകയും ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറഞ്ഞു പേഴ്സൺ. നമ്മൾ ആദ്യം പറഞ്ഞു ഇൻകം ടാക്സിൽ ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ. പേഴ്സൺ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. നമ്മുടെ ഇൻകം ടാക്സിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പേഴ്സൺ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ടേം പേഴ്സൺ ഇൻക്ലൂഡ് ദി ഫോളോയിങ് 7 കാറ്റഗറീസ്. നമ്മൾ ഈ പറയാൻ പോകുന്ന 7 കാറ്റഗറീസ് ചേരുന്നതാണ് പേഴ്സൺ. ഒന്ന്, ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ സാലറീഡ് പേഴ്സൺ ആകാം, പേഴ്സൺ ഹൂ ഈസ് എ സോൾ പ്രൊപ്രൈറ്റർ, അങ്ങനെ ആരുമാകാം. ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് പേഴ്സൺ എന്ന് പറയാം. ദെൻ HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. HUFനെ നമുക്ക് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയാം. ദെൻ എ കമ്പനി, എ പാർട്ട്ണർഷിപ്പ് ഫേം. ഫേം എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്ണർഷിപ്പ് ഫേമിനെയാണ് പറയുന്നത്. എ കമ്പനി, എ പാർട്ട്ണർഷിപ്പ് ഫേം, ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, എ ലോക്കൽ അതോറിറ്റി, ദെൻ എവറി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഇവരെല്ലാം ചേരുന്നതാണ് ഒരു പേഴ്സൺ. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതിയാകും. അതായത് എന്തൊക്കെയാണ് പേഴ്സണിനകത്ത് വരുന്നത്. പേഴ്സൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന 7 പേരുണ്ട് അല്ലേ? 7 പേരെന്ന് പറഞ്ഞാൽ 7 വ്യക്തികൾ അല്ലെങ്കിൽ 7 ഇൻഡിവിജ്വൽസ് അല്ല. ഒന്ന് ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP ഓർ BOI, ദെൻ ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഇത്രയും പേരും ചേരുന്നതാണ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. വേണമെങ്കിൽ ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാം. കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരാത്തത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആരൊക്കെയാണ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അസസി. അസസി ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 7. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 അസസിയെ പറ്റി പറയുന്നത് അല്ലേ? അസസി എന്ന് പറഞ്ഞാൽ ആരാ? ഇസ് എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദിസ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം ടാക്സ് ചുമത്തപ്പെടുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിനെ നമുക്ക് എന്ത് പറയാം? അസസി എന്ന് പറയാം അല്ലെ? ടാക്സ് നമ്മൾ ആരുടെ മുകളിലാണോ ടാക്സ് ചുമത്തുന്നത് അവരെ നമുക്ക് അസസി എന്ന് പറയാം. ടാക്സ് അടയ്ക്കാൻ, ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള പേഴ്സണിനെയാണ് അസസി എന്ന് പറയുന്നത്. സോ അസസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എവറി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹും എനി പ്രൊസീഡിംഗ് ഓഫ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ അസസ്മെന്റ് ഓഫ് ഹിസ് ഇൻകം. ഇതിങ്ങനെ ഒന്നും പഠിക്കേണ്ട, ഇതൊക്കെ എക്സാക്ട് ലോ ആണ്. ഇതിങ്ങനെ നിങ്ങൾ ഡെഫിനേഷൻസ് ഒന്നും പഠിക്കേണ്ട. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസസി എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ലീഗൽ പ്രൊസീഡിങ്സ് നടത്തുന്ന ഒരു വ്യക്തി. ആരുടെ മുകളിലാണോ നമ്മൾ ടാക്സ് ചുമത്തപ്പെടുന്നത് അല്ലെങ്കിൽ ആരുടെ ഇൻകത്തിന് മുകളിലാണോ ആരുടെ ഇൻകം ആണോ നമ്മൾ അസസ് ചെയ്യുന്നത് അവരെയൊക്കെ അസസി എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ എവറി പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഡീംഡ് ടു ബി അസസി എന്ന് കണക്കാക്കുകയാണെങ്കിൽ അവരും അസസി ആണല്ലേ? അതായത് അസസി ആയിട്ട് ഡീം ചെയ്യുന്ന ആളുകളുമുണ്ട്. ചിലപ്പോൾ അവരുടെ സ്വന്തം ഇൻകത്തിനായിരിക്കത്തില്ല ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്, മറ്റുള്ളവരുടെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അവരെയാണ് നമ്മൾ ഡീംഡ് അസസി എന്ന് പറയുന്നത്. അവരും അസസി എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷന്റെ പരിധിയിൽ വരുന്നതാണ്. എന്താണ് ഡീംഡ് അസസി എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആരാണ് അസസി എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ബാലൻസ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.